തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വളരെ അനുകൂലമായ നിലയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലം ഈ തുലാക്കൂറുകാർക്ക് ദോഷങ്ങളുണ്ടായിരുന്നു. അതൊക്കെ 2023 ജനുവരിയിൽ തന്നെ കണ്ടകശനി മാറി. ശനി 5ലാണ് സഞ്ചരിക്കുന്നത്. 5ലെ ശനി പഞ്ചമശനി എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 4ൽ നിന്ന് 5ലേക്ക് വരുമ്പോൾ 4ലെ ദോഷാധിക്യം ഉണ്ടാവില്ല. 5ൽ കുറച്ച് സ്മൂത്ത്നെസ് ഉണ്ടാകുമെന്നേ ഉള്ളൂ. എന്നാലും ഭാഗ്യത്തിന് ചെറിയ തോതിൽ തടസ്സങ്ങളുണ്ടാകാം. പക്ഷേ അതിനെ അതിജീവിക്കുന്നു വ്യാഴത്തിൻ്റെ നില. വ്യാഴം 7ൽ നിന്നുകൊണ്ട് സർവത്ര അഭീഷ്ടമാണ് അവർക്ക് സമ്മാനിക്കുക. 6ൽ നിൽക്കുന്ന രാഹുവും താരതമ്യേന ഗുണമാണ് ചെയ്യുക. ഉദരരോഗം ഒരു പ്രശ്നമായി വന്നേക്കാമെങ്കിൽ പോലും പൊതുവെ 6ലെ രാഹു ഇവർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനവും ശത്രുക്കളിൽ നിന്ന് മോചനവും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഭൂതകാലത്തിൽ അതിൽ നിന്നൊരു മാറ്റം, ആ തടസ്സം മാറി കുറച്ചുകൂടി ഉന്മേഷത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് രാഹുവിൻ്റെ നില. എന്നാൽ 12ൽ നിൽക്കുന്ന കേതു അധിക ചെലവ് വരുത്തുമെന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ മനസ്സിൻ്റെ നില വിട്ട് പെരുമാറുന്നതിനാൽ ചിലപ്പോൾ ആസൂത്രണങ്ങൾ തെറ്റാം. മോഹാവേശത്താൽ പലതും ഒന്നുകിൽ ഓവറാകാം, അല്ലെങ്കിൽ അത് ശരാശരിക്കും താഴെയായി പോകാം. അങ്ങനെയുള്ളൊരു പ്രശ്നം കിടപ്പുണ്ട്. എന്നാൽ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ നില പലപ്പോഴും ഇവരെ പല അറ്റകുറ്റപ്പണികളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമൊക്കെ കൈപിടിച്ച് കരകയറ്റുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ 7ലെ നില തന്നെയാണ് ഇവർക്ക് ഏറ്റവും ഗുണകരം. ജീവിത പങ്കാളിയിൽ നിന്ന് സമാധാനവും സന്തോഷവും സഹായവും ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്നുമൊക്കെ ധനപരമായ സഹായവും ഇവരെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ബിസിനസ് ആയാലും തൊഴിലിലായാലും അവരുടെ സഹകരണം ആത്മാർത്ഥമായും ലഭിക്കുന്നതുകൊണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരിൽ ആവേശവും അതുപോലെ നന്മയും പകർത്തുന്നതിനാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് തങ്ങളുടെ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ അനുമോദനങ്ങളും ആനന്ദവും സന്തോഷവുമൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി നല്ല ഭദ്രതയുണ്ടാകുന്നു. കുടുംബത്തിൽ നല്ല രീതിയിൽ ചിലവാക്കാനൊക്കെ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ്. ഉന്മേഷപരമായ ഒരു ജീവിതം തന്നെയാണ് ഈ ആഴ്ച ഇവർക്ക് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 31, 1, 2, 5, 6 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു.